ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നിങ്ങളുടെ LPG ഗ്യാസ് കണക്ഷൻ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കാനും അതുപോലെ മുടങ്ങാതെ സിലിണ്ടർ ലഭിക്കാനും ഇപ്പോൾ LPG KYC നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. ഗ്യാസ് KYC ചെയ്യാനായി നമുക്ക് മുന്നിൽ പ്രധാനമായും രണ്ട് വഴികളുണ്ട്. ഒന്നാമത്തെ വഴി നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി ഓൺലൈനായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. നിങ്ങളുടെ കയ്യിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഒഫീഷ്യൽ ആപ്പായ ആധാർ ഫേസ് ID ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് നിങ്ങളുടെ ഫേസ് സ്കാൻ ചെയ്യാനുള്ളതാണ്. അടുത്തതായി നിങ്ങളുടെ ഗ്യാസ് കമ്പനിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് വേണ്ടത്. ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ ഓയിൽ 1 എന്നുള്ള ആപ്പ്, ഭാരത് ഗ്യാസ് ആണെങ്കിൽ ഹലോ BPCL, HP ആണെങ്കിൽ HP പേ. ഇതിൽ നിന്ന് നിങ്ങളുടെ ഗ്യാസ് കമ്പനിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. തുടർന്ന് ആപ്പിൽ ലോഗിൻ ചെയ്യുക. അതിനുശേഷം eKYC എന്ന ലിങ്കിൽ ഒന്ന് എൻ്റർ ചെയ്ത് നൽകുക. തുടർന്ന് ആധാറിലെ OTP നൽകിയ ശേഷം ഫോൺ ക്യാമറയ്ക്ക് മുന്നിൽ മുഖം കാണിച്ച് ഫേസ് സ്കാൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ, KYC സക്സസ്ഫുൾ ആകും. ഇത്തരത്തിൽ ഓൺലൈനായി KYC നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഭാരത് ഗ്യാസ് KYC എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്നും കാണാവുന്നതാണ്. ഇനി രണ്ടാമത്തെ വഴി നേരിട്ട് ഏജൻസിയിൽ പോയി ഓഫ്ലൈനായി ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഓൺലൈൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് പോയി നിങ്ങൾക്ക് ഈ ഒരു eKYC ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് പോയി അവിടെയുള്ള LPG KYC ഫോം പൂരിപ്പിച്ച് കൂടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും പാസ്ബുക്കും നൽകുക. തുടർന്ന് അവിടെയുള്ള ബയോമെട്രിക് മെഷീനിൽ നമ്മുടെ വിരലടയാളം പതിപ്പിക്കുന്നതോടുകൂടി നമ്മുടെ KYC പൂർത്തിയാകും. ഇതിനു വേണ്ടിയുള്ള സമയനഷ്ടവും ബുദ്ധിമുട്ടും ഒഴിവാക്കാൻ വേണ്ടി ഓൺലൈൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവസാന തീയതി കഴിഞ്ഞ് ഗ്യാസ് കണക്ഷൻ ബ്ലോക്ക് ആകുന്നതുവരെ കാത്തിരിക്കരുത്. KYC ചെയ്യേണ്ട അവസാന തീയതി പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് 15 അവസാന തീയതിയായി നൽകിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നീട് KYC ചെയ്യാത്തവർക്ക് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയപ്പെടുന്നത്. മുൻപ് KYC പൂർത്തിയാക്കിയിട്ടുള്ളവർ വീണ്ടും ചെയ്യേണ്ടതില്ല. അപ്പോൾ ആദ്യം നിങ്ങളുടെ KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്നും കാണാവുന്നതാണ്. KYC ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് KYC കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.